ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെലസ്റ്റിയൽ ഹാർപ്പിൻ്റെ ഞായറാഴ്ചത്തെ വചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സഭയായി യുവജന ഞായറായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ. യുവജന സഖ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയവരെയും ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം യൗവനം ക്രിസ്തു ശൈലിയിൽ എന്നതാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആണ്. വചനം ഇപ്രകാരം പറയുന്നു: അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്നവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വചനം ധ്യാനിപ്പാൻ തക്കോണം ഇന്ന് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം അവിടുത്തേതാകുന്നു, ഞങ്ങളും അവിടുത്തേതാകുന്നു. കർത്താവെ, കേട്ട് പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ തക്കോണം ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അരുമരക്ഷിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേട്ടുത്തരമല്ല പറയണമേ. ആമേൻ. മനുഷ്യൻ എങ്ങനെ മാനവികതയും മനുഷ്യത്വം ഉള്ളവനായി ജീവിക്കണം എന്ന് പഠിക്കാതെ പോകുമ്പോൾ ദൈവം തന്നെ മനുഷ്യനായി പിറവിയെടുത്ത് ജീവിച്ച് കാണിച്ചു തരുന്നു. ധനവാനായ ഒരു ചെറുപ്പക്കാരൻ്റെ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് നന്മ ചെയ്യണം എന്ന ചോദ്യത്തിന്, ജീവനിൽ കടക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് യേശു പറയുന്നു. എന്നാൽ കൽപ്പനകളെല്ലാം താൻ പ്രമാണിക്കുന്നു എന്ന് ഉത്തരം പറയുന്ന യൗവനക്കാരൻ, എങ്കിൽ നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ച് പോയി കളഞ്ഞു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉയരത്തിലുള്ളത് നാം ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നാം ആകൃഷ്ടരായിത്തീരുന്നു. നമ്മളും ഇതുപോലെയല്ലേ? എല്ലാ മീറ്റിങ്ങുകളിലും ആരാധനകളിലും ഒക്കെ നാം പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, പാട്ടുപാടുന്നു, അങ്ങനെ മുടക്കം കൂടാതെ എല്ലാം നാം ചെയ്യുന്നു. എന്നാൽ യേശു നമ്മോട് പറയുന്നു, ഒരു കുറവ് നിനക്കുണ്ട്. നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ കൂട്ടുകാരൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏറെ പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മുടെ യുവജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ശാരീരിക ശേഷിയേക്കാൾ മാനസിക ബലം അവർക്ക് ആവശ്യമാണ്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപ ആവശ്യമാണ്. എല്ലാ നന്മകളുടെയും ഉറവിടം കർത്താവാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യൗവനത്തിൽ സ്രഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകണം. യൗവനം അനേകം സാധ്യതകളുടെയും
വെല്ലുവിളികളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും കാലമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം മനുഷ്യനെയും സ്നേഹിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിവിധമായ സമ്പത്തുകൾ, സമയം, വിഭവങ്ങൾ ഇതൊന്നും നാം പങ്കുവയ്ക്കാതെ ഇരുന്നാൽ നാം അളക്കുന്ന അളവിനാൽ നമുക്കും അളന്നു കിട്ടും എന്നതിന് സംശയമില്ല. അതിനാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്കിടയാകണം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. വചനപ്രകാരം അർത്ഥവത്തായ യൗവനത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ. നാഥൻ എനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിൽ ഏവർക്കും പങ്കുവയ്ക്കും. നാഥൻ എനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിൽ ഏവർക്കും പങ്കുവയ്ക്കും. ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും. ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രകാരം കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഈ വചനവുമായി കടന്നു വരുവാൻ തന്ന വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ അത് പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് രക്ഷിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേട്ടുത്തരം നൽകുമാറാകണമേ. ആമേൻ.